ശമ്പള വർധനവടക്കമുള്ള വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടറിയേറ്റിന് മുൻപിൽ 70-ലേറെ ദിവസങ്ങളായി ആശാവർക്കർമാർ സമരം നടത്തുകയാണ്. പക്ഷേ സർക്കാർ അതിൽ മൗനം പാലിക്കുന്നതിനെ തുടർന്ന് സമരത്തിന്റെ ഗതി മാറ്റുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആശാവർക്കർമാരുടെ കൂട്ടായ്മ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാപ്പകൽ സമര ജാഥ നടത്തുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ആശാവർക്കർമാർ. മെയ് 5-ന് കാസർഗോഡ് ആരംഭിച്ച് ജൂലൈ 17-ന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന തരത്തിലായിരിക്കും രാപ്പകൽ സമരജാഥ. ജില്ലയിൽ 2-3 പ്രധാന ഇടങ്ങളിൽ കേന്ദ്രീകരിച്ചായിരിക്കും രാപ്പകൽ സമരജാഥ നടക്കുക. തെരുവോരങ്ങളിൽ അന്തിയുറങ്ങിയാണ് യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്തുക എന്ന് ആശാവർക്കർമാരുടെ കൂട്ടായ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. അവരുടെ വാക്കുകൾ കേൾക്കാം. ഇവിടെ നടക്കുന്ന രാപ്പകൽ സമരവും അതേപോലെ അനിശ്ചിതകാല നിരാഹാര സമരവും ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ വരുന്ന മെയ് 5 മുതൽ കാസർഗോഡ് നിന്നും ഒരു യാത്ര ആരംഭിക്കുകയാണ്. അതായത് ആശമാരുടെ രാപ്പകൽ സമരയാത്ര. ആശമാരുടെ രാപ്പകൽ സമരയാത്ര സഞ്ചരിക്കുന്ന രാപ്പകൽ സമരം എന്ന രീതിയിൽ കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് ജൂൺ 17-ന് എത്തിച്ചേരുന്ന വിധത്തിൽ അത് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഈ സമരം വലിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തിരുവനന്തപുരം കാസർഗോഡ് നിന്നും ഈ യാത്ര ആരംഭിച്ച് ഓരോ ജില്ലകളിലും 2-3 ദിവസങ്ങൾ യാത്ര ചെയ്ത് വിവിധ നഗരങ്ങളിൽ അത് ക്യാമ്പ് ചെയ്യും. ഇവിടെ കിടക്കുന്നത് പോലെ തന്നെ ഈ സമരത്തിലെ ഈ യാത്രയിലെ ആളുകൾ, ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതാത് ജില്ലകളിലെ കേന്ദ്രങ്ങളിൽ സമരം നടക്കുന്ന സ്ഥലങ്ങളിൽ അന്തിയുറങ്ങി, തെരുവിൽ തന്നെ അന്തിയുറങ്ങിക്കൊണ്ടായിരിക്കും ഈ സമര യാത്ര പുരോഗമിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ യാത്രയെ നയിക്കുന്നത്, അതിന് നേതൃത്വം നൽകുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി MA ബിന്ദു ആയിരിക്കും. അതിന്റെ ഈ യാത്രയുടെ ക്യാപ്റ്റൻ ശ്രീ MA ബിന്ദു നയിക്കുന്ന ഈ സമരയാത്ര ജൂൺ 17-ന് തിരുവനന്തപുരത്ത് എത്തിച്ചേരും. എല്ലാ ജില്ലകളിലും നമ്മുടെ ഈ സമരത്തോട് പിന്തുണ അർപ്പിച്ചിട്ടുള്ള, ഇതിനകം തന്നെ ഇവിടെ എത്തി 100-കണക്കിന് 200-ലേറെ സംഘടനകൾ തന്നെ ഇവിടെ എത്തി പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്. അവരുടെ ജില്ലാ ഘടകങ്ങൾ, അതേപോലെ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ, എഴുത്തുകാർ, ബുദ്ധിജീവികൾ, അതേപോലെ മത സാമുദായിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, ജനപ്രതിനിധികൾ, വിവിധ മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികൾ, പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നഗര സഭകളുടെയും എന്നുവേണ്ട MP-മാരും MLA-മാരും എല്ലാം അടങ്ങുന്ന ജനപ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം ഈ യാത്ര കടന്നു പോകുന്ന വേളയിൽ അതാത് കേന്ദ്രങ്ങളിലെ സമ്മേളനങ്ങളിൽ സംബന്ധിക്കുന്നതായിരിക്കും. അവരുടെ എല്ലാം പിന്തുണയോടുകൂടി മുന്നേറുന്ന ഈ സമരയാത്ര, ആശാ സമരയാത്ര കേരളത്തിന്റെ വിവിധ ജില്ലകളെ ഇളക്കി മറിച്ചുകൊണ്ട് തന്നെ വൻ രീതിയിലുള്ള പിന്തുണ, ഇപ്പോൾ ഇവിടെ എത്തി പിന്തുണ അർപ്പിക്കാൻ കഴിയാത്ത ധാരാളം ആളുകൾ, വിവിധ മേഖലയിൽപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളും ജനങ്ങളും ആ ജില്ലാ കേന്ദ്രങ്ങളിൽ വന്ന് ഞങ്ങളുടെ ഈ സമരത്തിന് പിന്തുണ ഏകിക്കൊണ്ടായിരിക്കും മുന്നോട്ട് നീങ്ങുക. പട്ടിണിയില്ലാതെ ജീവിച്ചു പോകണം എന്ന മാത്രം ആവശ്യമാണ് ഈ സമരം മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങൾക്ക് നൽകുന്ന വരുമാനത്തിൽ അല്പം കൂടുതൽ തരുക, പിരിഞ്ഞു പോകുമ്പോൾ ഒരു തുക, ഏറ്റവും ചുരുങ്ങിയ തുക ആണ് ആവശ്യപ്പെട്ട 5 ലക്ഷം രൂപ, ആ തുക തരുക. ഈ 2 ഡിമാൻഡുകൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരത്തെ ആഘാതങ്ങളുടെയും ഗ്രൂപ്പിന്റെയും എന്താണ് വൻ രീതിയിലുള്ള കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റ് ഈ ഡിമാൻഡുകളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരം
ആശാ സമര യാത്ര എന്ന പേരിൽ കേരളത്തിന്റെ വടക്കേ അറ്റത്തു നിന്നും കാസർഗോഡ് നിന്നും ആരംഭിച്ച് ഇങ്ങ് തിരുവനന്തപുരത്ത് ജൂൺ 17 എത്തിച്ചേരും. ആ സമയത്ത് കേരളത്തിലെ മുഴുവൻ ആശമാരും ഈ യാത്രയിൽ പങ്കുചേരും. ഇവിടെ എത്തിച്ചേരുമ്പോൾ കേരളത്തിലെ സാംസ്കാരിക രംഗത്തെയും സാമൂഹ്യ രംഗത്തെയും മതസാമുദായിക രംഗത്തുമുള്ള നിരവധി വ്യക്തിത്വങ്ങൾ ആ സന്ദർഭത്തിൽ ഇവിടെ സന്നിധരാവും എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഈ സമരത്തിന്റെ ഫ്ലാഗ് ഓഫ് മെയ് 1 ഈ സമരവേദിയിൽ തന്നെ വെച്ച് നടക്കുന്ന മെയ് ദിനാചരണം നടക്കുന്നുണ്ട്. ആ മെയ് ദിനാചരണ വേളയിൽ സാർവദേശിക തൊഴിലാളി ദിനത്തിൽ സ്ത്രീ തൊഴിലാളികളുടെ അവകാശ ദിനം എന്ന പേരിൽ ഞങ്ങൾ മെയ് ദിനം ഇവിടെ ആചരിക്കുന്നുണ്ട്. ആ മെയ് ദിനാചരണ വേളയിൽ ഈ സമരത്തിന്റെ ഫ്ലാഗ് ഓഫ് ഇതിനെ നയിക്കുന്ന ക്യാപ്റ്റൻ ശ്രീമതി MA ബിന്ദുവിന് കൈമാറിക്കൊണ്ട് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നതാണ്. ഈ സമ്മേളന ഈ മെയ് ദിനാചരണ വേളയിൽ ഇവിടെ നടക്കുന്നതായിരിക്കും എന്നുകൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങൾ ഈ 4ാം ഘട്ട സമരം ഇവിടെ പ്രഖ്യാപിച്ച സമയം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഉദ്ഘാടനവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാസർഗോഡ് നിന്നും അത് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ വാർഷിക ആഘോഷത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ധൂർത്തും ഏറ്റവും ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വേതന വർധനവിന് വേണ്ടിയിട്ട് ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെയും സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് ധനകാര്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നു. സർക്കാർ അങ്ങനെ ദാരിദ്ര്യത്തിലൊന്നുമല്ല, ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ഉണ്ടാക്കിയ സംസ്ഥാനമാണ് സർക്കാരാണിത് എന്ന് പറഞ്ഞ് അദ്ദേഹം മേനി നടിക്കുകയാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആശാവർക്കർമാർ ഉന്നയിച്ചിരിക്കുന്ന ഈ ഡിമാൻഡ് അവർ അംഗീകരിക്കാത്തത്, ഈ സമരം ഒത്തുതീർപ്പാക്കാത്തത് പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് മറ്റെന്തൊക്കെയോ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ധനകാര്യമന്ത്രിക്ക് ഇന്ന് ഇത്തരം ഒരു ഉത്തരം പറയേണ്ടി വരുമായിരുന്നില്ല. അപ്പോ ഇവിടെ ഞങ്ങള് പ്രസിഡന്റ് പറഞ്ഞതുപോലെ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം പിന്തുണയ്ക്കുന്ന ഒരു സമരമാണിത്. ആ പൊതുസമൂഹത്തിനിടയിൽ സർക്കാരിന്റെ ഈ ജനാധിപത്യ വിരുദ്ധമായ നിലപാട് വിശദീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നടക്കുന്ന ഈ സമരം കേരളത്തിലെ മുഴുവൻ നഗരങ്ങളിലും നടത്താനാണ് നമ്മൾ ഈ യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ ഈ സമരത്തെ പിന്തുണച്ചു കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സംഘടനകളെയും വ്യക്തികളെയും സാംസ്കാരിക സംഘടനകളെയും മതസാമുദായിക സംഘടനകളെയും എല്ലാം ചേർത്തുകൊണ്ട് ജില്ലാതലങ്ങളിൽ അതിന്റെ സ്വാഗത സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് വളരെ വലിയ ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള ഒരു ജനകീയ സമരയാത്രയാണ് ഇത്. ഈ സർക്കാർ തൊഴിലാളി സമരങ്ങളോട് കാണിക്കുന്ന, തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങളോട് കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ, തൊഴിലാളി വിരുദ്ധമായ ഈ നിലപാടിനെ അത് ജനങ്ങളുടെ മുന്നിൽ അത് വെളിവാക്കിക്കൊണ്ടാണ് നമ്മൾ യാത്ര നടത്തുന്നത്. തീർച്ചയായും നമ്മൾ ഈ ഉയർത്തിയിരിക്കുന്ന ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ വ്യത്യസ്തങ്ങളായ ഇത്തരം സമരപരിപാടികളുമായി ഞങ്ങൾ ഈ തെരുവിലുണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.